ഇന്ത്യ വിട്ടിട്ട് മറ്റ് അന്യ നാടുകളിലേക്ക് എന്തുകൊണ്ട് ആളുകൾക്ക് കുടിയേറേണ്ടി വരുന്നു എന്നൊരു ചോദ്യം പ്രധാനമായിട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ മൂന്നാമത്തെ വിമാനം അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. അതിലെ ചില ആളുകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ അവർ നേരിട്ട വളരെ വേദനാകരമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ എത്തിയത് ഒരു അമേരിക്കൻ സ്വപ്നം, ജീവിതത്തിൻ്റെ വലിയൊരു മോഹം, നല്ല ലൈഫ് സ്റ്റൈല്, നല്ല വരുമാനം, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെ എത്തുന്നത്. ഇതെന്താ ഇവർക്ക് ഇന്ത്യയിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല? അതൊരു കാര്യം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇതിൽ പല ആളുകളും വഞ്ചിക്കപ്പെടുകയാണ്. ഈ ഏജൻറ്റുമാർ മുഖേന വഞ്ചിക്കപ്പെടുകയാണ്. ഇത് രണ്ടും ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും ഇവരൊരു വലിയ തീവ്രവാദികളാണ്, ഇവർ കുറ്റക്കാരാണെന്ന മാത്രം കണ്ണിൽ ഈ വിഷയത്തെ കാണുന്നുണ്ടോ എന്നൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവർ കുറ്റക്കാരായിരിക്കാം, പക്ഷേ ഈ ഒരു വിഷയം കൂടി ഇല്ലേ അതിൽ? അവർ കുറ്റക്കാരാണ്, അതിൽ നമുക്ക് ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. കാരണം ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളതും ആ അതിർത്തിക്കകത്ത് ജീവിക്കുന്ന അവരുടെ പൗരന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ രാഷ്ട്രത്തിൻ്റെ ധർമ്മമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിൽ ചിലപ്പോൾ അവരുടെ നിയമങ്ങൾ അനുസരിക്കുന്ന രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അവർ ചിലപ്പോൾ ആളുകളെ അനുവദിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രങ്ങളുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ അവരുടെ അനുവാദമില്ലാതെ അവിടെ കയറിയാൽ അത് ട്രസ്പാസിംഗ് ആണ്. തീർച്ചയായും. അപ്പോൾ ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇവർക്കും ബാധകമാണ്. അനധികൃതമായ അകത്ത് കിടക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരെ ജയിലിലടക്കുകയും ചെയ്യും എന്നുള്ളത് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്നതായിട്ടുള്ള അനധികൃതമായിട്ട് കുടിയേറിയിരിക്കുന്നതായിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ട എന്നാരും പറയുന്നില്ല. എല്ലാവരും പറയുന്ന കാര്യം, അവരെ ഒഴിപ്പിക്കുമ്പോൾ അവരെ ചങ്ങലക്കിട്ട് കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യം. പക്ഷെ അമേരിക്ക അതൊന്നും പരിഗണിക്കാനായിട്ട് തയ്യാറില്ല. കാരണം അമേരിക്ക ലോകത്തിൻ്റെ പോലീസുകാരാണ്. അവൻ പറഞ്ഞത് എല്ലാവരും കേട്ടോളണം. ഇന്ത്യയും അത് കേൾക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഉണ്ടെന്നവർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവരെ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഇങ്ങനെ അനധികൃതമായിട്ട് കുടിയേറാൻ പോയ ആളുകൾ നമ്മളവരോട് നീ എന്തിനാ കൊണ്ട് പോയെന്ന് ചോദിക്കും. അപ്പോൾ അവർക്കുള്ള ഉത്തരം എന്താണ്? അവർ വലിയ സ്വപ്നം കണ്ടിട്ട് പോകുന്ന അമേരിക്കയിലെത്തിയാൽ ലോകത്തിൻ്റെ ഏറ്റവും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു സ്വപ്ന രാജ്യത്ത് എത്തിച്ചേരാമെന്നും അവർക്ക് ഒരു സ്വപ്ന ജീവിതം അവിടെ കെട്ടിപ്പടുക്കാൻ കഴിയും എന്നും അവർ കരുതിയിട്ടാണ് അവരിവിടുന്ന് പോകുന്നത് ഏജൻറ്റുമാർ മുഖേനയാണ്. ഏജൻറ്റുമാർ ഇവരെ ചതിക്കുന്നു. അങ്ങനെ ചതിച്ച് പിന്നെ ജീവൻ രക്ഷ പ്രവർത്തനമാണ് പിന്നെ അവർ നടത്തുന്നത്. പല രീതിയിലും മലയിടുക്കുകൾ, മുതലകൾ, പെരുമ്പാമ്പുകൾ, പുലി, ഇതിനൊക്കെ മറികടന്ന് പലതരത്തിൽ യാത്ര ചെയ്താണ് അവസാനം അമേരിക്കയിൽ എത്തുന്നത്. ഡങ്കി റൂട്ട് അതിന് പറയുന്ന പേരതാണ്, ഡങ്കി റൂട്ട്. അപ്പോൾ ആ രീതിയിൽ ആ റൂട്ടിലൂടെ എത്തിച്ചേരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന ചോദ്യം ഉണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലി നൽകാൻ കഴിയുന്നില്ല. അവരുടെ സ്വപ്നങ്ങളെ വിരിഞ്ഞ് പറക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയെ നമുക്ക് വളർത്തി വികസിപ്പിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ മൂന്നാം ഊഴത്തിലെത്തിയ മോദി ഇന്ത്യയെ ലോകത്തിൻ്റെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? ഇന്ത്യയിലേക്ക് കുടിയേറാനായിട്ട് അമേരിക്കയിൽ നിന്ന് ഒരുത്തനും വരുന്നില്ല, ജർമ്മനിയിൽ നിന്നാരും വരുന്നില്ല, ഇറ്റലിയിൽ നിന്നാരും വരുന്നില്ല, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നില്ല, കാനഡയിൽ നിന്ന് വരുന്നില്ല. പകരം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ താണ നിലത്തേക്കാണ് ജലമൊഴുകുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതാണ് പ്രശ്നം. നമ്മൾക്ക് ഇവിടെ വളരെ പരിതാപകരമായിട്ടുള്ള രീതിയിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകളാണ് നിലവിലുള്ളത്. അവിടെ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം തേടിയാണ് ഇവരെല്ലാം എന്ത് ചെയ്യുന്നത്? വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മളുടെ ജീവിതം എത്തിച്ചേർന്നാൽ ഇവരിൽ പലരും ചിലപ്പോൾ ഇവിടം വിട്ട് പോകാനായിട്ട് തയ്യാറാവുകയില്ല. ഇപ്പോൾ പുറത്തു പോയിരിക്കുന്ന നമ്മളുടെ ഈ പ്രവാസി കുടുംബങ്ങളെ പരിശോധിച്ചാൽ അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ ഗൾഫ് പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ മാത്രമാണ് അവർ തിരിച്ചു വരുന്നത്. അമേരിക്കയിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് നൽകുന്നുണ്ട്, അവരവിടുത്തെ പൗരന്മാരായി മാറി തരുന്നുണ്ട്.
മറ്റ് രാജ്യങ്ങളിലേക്ക് ജർമ്മനിയിൽ പോയാൽ അങ്ങനെ ആവുന്നുണ്ട്, കാനഡയിൽ പോയാൽ അങ്ങനെ ആവുന്നുണ്ട്. അവരാരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. തിരിച്ചു വരാത്തത് അവർ ജീവിക്കുന്ന ആ സാമൂഹ്യ വ്യവസ്ഥയ്ക്കും അത് ഉയർത്തുന്ന സാമ്പത്തിക ചുറ്റുപാടിനും അനുസൃതമായിട്ടുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥയോ സാമൂഹ്യ വ്യവസ്ഥയോ ഇന്ത്യയിലില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇന്ത്യ മോശമാണ് എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആളുകൾ തയ്യാറായിത്തീരുന്നത്. ആ ഉത്തരവാദിത്വം പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ സംസാരിച്ചതുപോലെ ഈ വിഷയം നമ്മൾ സംസാരിച്ചായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അപ്പോൾ അതിന് താഴത്ത് വന്നൊരു കമൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, കൈയും കാലും മാത്രമല്ല മറ്റ് ചില ഭാഗങ്ങളിൽ കൂടി ചങ്ങല കെട്ടിയിടണം എന്നുള്ളതാണ്. അപ്പോൾ ചങ്ങല കെട്ടിയിട്ടിട്ട് ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ വളരെ വലിയ രീതിയിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട് നാട്ടിൽ. അവരെന്തിനാണ് അവിടെ പോകുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പലായനം ചെയ്യേണ്ടി വരുന്നത് എന്ന ആലോചനയൊന്നുമില്ലാതെ ഒരൊറ്റ ഏകപക്ഷീയമായി ഒരൊറ്റ ചിന്തയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ആലോചന നടത്തുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. അത്തരം ആളുകൾ ഒരുപക്ഷെ ഈ ചർച്ചയെ പോലും രാജ്യവിരുദ്ധ ചർച്ചയാണെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ വ്യാഖ്യാനിച്ചേക്കാം. എന്നാൽ ഇവർ ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും ഇന്ത്യയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങനെ കുടിയേറേണ്ടി വരുന്നു എന്നാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ കുടിയേറാൻ പോകുന്നത്? ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്നതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കൂടുതൽ മെച്ചപ്പെട്ടതായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഭാവം. ഇപ്പം ഞാനൊരിക്കലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്ത് ഉണ്ടോ അതുകൊണ്ട് സംതൃപ്തനാണ് ഞാൻ. പക്ഷേ നമ്മളെപ്പോലെയല്ല മനുഷ്യരെല്ലാവരും. മനുഷ്യർക്ക് വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്, ചിന്താഗതികളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അവരൊക്കെ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാർക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇവിടെയുള്ള ലിമിറ്റേഷൻസാണ്, പരിമിതികളാണ്. ആ പരിമിതികൾ നമ്മൾ കുറച്ച് മികച്ചതാക്കി മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കാണാൻ കഴിയും. ഇപ്പോൾ പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമൊക്കെയാണ് കൂടുതൽ ആളുകളും ഈ ഒരു അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവരുടെയൊക്കെ ഉള്ളിലുള്ളൊരു സ്വപ്നം എന്ന് പറയുന്നത് അമേരിക്കൻ ഡ്രീമാണ്, അമേരിക്കൻ സ്വപ്നം. എന്താണ് ഈ അമേരിക്കൻ സ്വപ്നം? അമേരിക്കയിലേക്ക് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് കുടിയേറിയിട്ടുണ്ട്. പക്ഷേ അവർ ബഹുഭൂരിപക്ഷവും അന്തസ്സായിട്ട് കുടിയേറിയ ആളുകളാണ്. എന്നുവെച്ചാൽ ലൈസൻസോട് കുടിയേറിയവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലരും നുഴഞ്ഞു കയറി പോയിട്ട് അവിടെ ചെന്ന് പിന്നീട് അത് ലൈസൻസിലാക്കിയിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. കുറേ കാലങ്ങൾക്ക് സുരക്ഷിതമായിട്ടൊരു ജീവിതം. അതെ, ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കേരളത്തിലില്ല. അതുകൊണ്ടാണ് അവിടെ നിന്നിങ്ങനെ ഈ വിമാനത്തിന് ആളുകളെ കൊണ്ടുവരുമ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയില്ലാത്തത്. അതുകൊണ്ടാണ് ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ജനങ്ങളാണത്. പഞ്ചാബ്, ആ രണ്ട് പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പോൾ രണ്ടോ മൂന്നോ വിമാനങ്ങൾ വന്നപ്പോൾ അത് ഗുജറാത്തിലേക്കും പഞ്ചാബിലേക്കുമാണ് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ കുടിയേറിയ ആളുകൾ ഒരുപാട് അനധികൃതമായിട്ട് കുടിയേറിയതായി മാറിയതും കണ്ടതും അവരെ പിടിച്ച് തിരിച്ചുകൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നമുക്കതിന് ഉത്തരം പറയാനായിട്ട് കഴിയുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ആ വീഴ്ചകൾ നമ്മൾ മാറ്റണം. അമേരിക്ക അത് പരിഹരിക്കുന്നുമുണ്ട്. അല്ല, അവിടെ ചെല്ലുമ്പോൾ അവിടെ അമേരിക്കയ്ക്ക് നമ്മളെ ആവശ്യമാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ഈ നമ്മൾ കുടിയേറുന്ന എല്ലാ പ്രദേശത്തും നമ്മളെ ആവശ്യമാണ്. കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സാണ്. ആ ഹ്യൂമൻ റിസോഴ്സാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് ബംഗാളികൾ വരുന്നത്, എന്തുകൊണ്ടാണ് ബീഹാറികൾ വരുന്നത്? ആ ബംഗാളിലും ബീഹാറിലും അവർക്കൊരു ദിവസം കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് കേരളത്തിൽ കിട്ടുന്നതിൻ്റെ പകുതി പോലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മെച്ചപ്പെട്ട വേതനത്തിന് വേണ്ടി, തൊഴിൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവന് ഇവിടെ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോകുന്ന സമയത്ത്. എന്നുവെച്ചാൽ ഇന്ത്യ ഒരു ബംഗാളാണ്, ഇന്ത്യ ഒരു ബീഹാറാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാനഡയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, ജർമ്മനിയായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത്, ഓസ്ട്രേലിയയായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ രാഷ്ട്രങ്ങൾക്കൊക്കെ വലിയ തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ്. ആ ഹ്യൂമൻ റിസോഴ്സസ് ഇന്ത്യയിൽ നിന്നിടുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ആളുകൾ പോകുന്നത്, പാകിസ്ഥാനിൽ നിന്ന് പോകുന്നുണ്ട്, ചൈനയിൽ നിന്ന് അങ്ങനെ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചൈനയിൽ വേറെ രീതിയിലുള്ള മൈഗ്രേഷൻസാണ് അവർ നടത്തുന്നത്. ചൈന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളുടെ ഒരു സ്ഥലമായിരുന്നു. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുട്ടികളെ
വിദേശ സർവകലാശാലകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ച് അത് കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് അവരുടെ രാഷ്ട്രത്തിൽ അതിൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകുകയും അങ്ങനെയാണ് ഇപ്പോൾ ഈ പുതിയ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയുമായിട്ട് അമേരിക്കയായിട്ട് മത്സരിച്ച് വിജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം അവർക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ചൈനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചൈനക്കാരനാണെന്ന് പറഞ്ഞാൽ ചൈന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ വിലയിരുത്തലാണ്. അല്ലാണ്ട് ചൈനയെ പുകഴ്ത്തി ചൈനയെ പോകാൻ ആഗ്രഹിച്ചിട്ട് സംസാരിക്കണമല്ല നമ്മൾ. ചൈന നമ്മളുടെ ശത്രു രാജ്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ശത്രുതാപരമായിട്ടുള്ള നിലപാട് തന്നെയാണ് ചൈനയോട് നമ്മൾ ഇപ്പോൾ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്തു വന്ന ഒരു ബാങ്ക് തട്ടിപ്പ് വാർത്ത, അത് ചെയ്യേണ്ടി വന്ന ഒരു പ്രതി, അയാൾക്ക് ഗതികേട് കണ്ട് ചെയ്യേണ്ടി വന്നത്. അയാൾ സാമ്പത്തികമായിട്ട് നല്ല വീടുകളും ചുറ്റുപാടുകളൊക്കെ അന്തരീക്ഷമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അയാൾ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ലോൺ വീട്ടേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഗതികെട്ടിട്ട് അയാൾക്ക് ബാങ്ക് കവർച്ച ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഈ ഒരു ഗതികേടിൻ്റെ ഫാക്ടർ മൂലമാണ് പലരും അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഈ അനധികൃതമായിട്ട് കുടിയേറുകയൊക്കെ ചെയ്യുന്നത്. അതിനെ ആ ഒരു കണ്ണോടുകൂടി കാണുകയും അതിൻ്റെ പുറത്ത് അങ്ങനെ പോകുന്ന ആളുകളെ ഇങ്ങനെ ചങ്ങലക്കിട്ടിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു മാനുഷികമായിട്ടുള്ള ഒരു പ്രശ്നമില്ലേ എന്ന വിലയിരുത്തൽ കൂടി നടത്തേണ്ടതില്ലേ എന്നുള്ളൊരു പ്രാധാന്യമാണ് ഈ വിഷയങ്ങളൊക്കെ ഉയർത്തുന്നത്. പക്ഷേ കൃത്യമായിട്ടും അവിടെ രാജ്യ താല്പര്യമുണ്ട്, രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമാണ്. അനധികൃതരായിട്ടുള്ള ആളുകളെ എത്തുന്നവരെ അവിടെ നിന്ന് മാറ്റുക തന്നെയാണ് വേണ്ടത്. പക്ഷേ അവരോടൊരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന നൽകേണ്ടത്, അതിനെ വിമർശിക്കാൻ പോലും ആളുകൾക്ക് പക്ഷേ തയ്യാറാവുന്നില്ല. ഏത് വിഷയത്തിലും മാനുഷിക പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ടാകും, അതുകൂടാണ്ട് മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മറുവശത്തുണ്ടാകും. എല്ലാത്തിനും ബാലൻസ് ചെയ്ത് സമീപിക്കുന്ന രീതിയാണ് എപ്പോഴും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മളുടെ സമൂഹവും നമ്മളുടെ സർക്കാരും സ്വീകരിക്കേണ്ടത്.